9 പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്ത ബോട്ട് ദുരന്തത്തിൽപ്പെട്ടവരെ ക്രൂ ജീവനക്കാർ ലൈഫ് ജാക്കറ്റുകൾ ധരിപ്പിച്ചിരുന്നില്ല എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. ബോട്ടിൽ വെള്ളം കയറി തുടങ്ങിയതോടെയാണ് ലൈഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്തതും ജീവനക്കാർ ധരിപ്പിക്കാൻ ശ്രമിച്ചതും. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ബോട്ട് മറിയുകയും വൻ ദുരന്തമാവുകയുമായിരുന്നു. രണ്ട് നിലയുള്ള ക്രൂയിസ് ബോട്ടിന്റെ അടിയിലെ നിലയിലിരുന്നവരാണ് മരണപ്പെട്ടവരിലേറെയും. ഭോപ്പാലിലെ ജബൽപൂരിലാണ് ബർഗി ഡാം റിസർവോയറിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് അതിശക്തമായ കാറ്റിലും തിരയിലും പെട്ട് മറിഞ്ഞു താഴ്ന്ന് അപകടമായത്. ഒരേ ലൈഫ് ജാക്കറ്റിനുള്ളിൽ കെട്ടിപ്പിടിച്ച അവസ്ഥയിൽ മരിച്ചു കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും ദൃശ്യങ്ങൾ അതിവേദനാജനകമായ കാഴ്ചയായി മാറിയിരുന്നു. 9 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. 6 വിനോദസഞ്ചാരികളെ ഇനിയും കണ്ടെത്താനുണ്ട്. യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റുകൾ നൽകാത്തതടക്കമുള്ള സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തിൽ നിന്ന് 28 പേരെ രക്ഷപ്പെടുത്തി. കുട്ടികളടക്കം ഏകദേശം 40 പേർ ബോട്ടിലുണ്ടായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. പെട്ടെന്ന് കാലാവസ്ഥ മാറിയപ്പോൾ തിരിച്ചു പോകാൻ മുന്നറിയിപ്പുണ്ടായിട്ടും ഡ്രൈവർ അവഗണിച്ചതാണ് വൻ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് രക്ഷപ്പെട്ടവർ പറയുന്നു. മുന്നറിയിപ്പ് ലഭിച്ച ഒപ്പമുണ്ടായിരുന്ന ബോട്ടുകാർ അതിവേഗത്തിൽ തിരികെ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.